രണ്ടാം വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാമത്തെ പ്രമേയം ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്, സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ സമൂഹത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ, 10-17 നൂറ്റാണ്ടുകളിലെ സമൂഹത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ, പെർസ്പെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ വ്യത്യസ്തരായ സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പുകളിലൂടെ 10-17 നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തെ പുനരാവിഷ്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സഞ്ചാരികളെന്ന് പറയുമ്പോൾ അൽബറുണി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും 11-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇബിൻ ബത്തൂത്ത, മൊറോക്കോയിൽ നിന്ന് നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്ക, 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ സഞ്ചാരി. ശേഷം ഒരാളും കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഫ്രാങ്കോയിസ് ബെർണിയർ, ഫ്രാൻസിൽ നിന്നും 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ സഞ്ചാരി. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൽ ഏറ്റവും പ്രധാനം സ്ഥിരം ചോദിക്കുന്നതായിട്ടുള്ളത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അൽബറുണി ആൻഡ് ഹിസ് ബുക്ക് കിതാബുൽ ഹിന്ദ്. കിതാബുൽ ഹിന്ദിനെ കുറിച്ചും അൽബറുണിയെക്കുറിച്ചും ഒരു നോട്ട് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ 4-5 മാർക്കിന് ഉറപ്പായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് അവസാനം നമ്മൾ ഹിന്ദു എന്ന പദം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഉണ്ടായത്, അതൊരു മതമാണോ, സംസ്കാരമാണോ, അതൊരു ഏരിയയുടെ പേരാണോ, നദിയുടെ പേരാണോ, സംശയം ഉണ്ടായിരുന്നു. നമുക്ക് അവിടം വരെ പറഞ്ഞാൽ നിർത്തിയത്. അടുത്ത സഞ്ചാരി ഇബിൻ ബത്തൂത്തയെക്കുറിച്ചാണ്. ഇബിൻ ബത്തൂത്ത, അദ്ദേഹത്തിൻ്റെ പുസ്തകമായ റിഹ്ലയും ഇബിൻ ബത്തൂത്തയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമായിട്ടുള്ള റിഹ്ല, ആൻ ഇയർലി ഗ്ലോബ് ട്രോട്ടർ. ഇബിൻ ബത്തൂത്തയെക്കുറിച്ച് പറയുമ്പോൾ താഴെ പല സ്ഥലത്തും ഇങ്ങനെ എഴുതിയേക്കുന്നതാണ്, പുസ്തകത്തിലുണ്ട്. ആൻ ഇയർലി ഗ്ലോബ് ട്രോട്ടർ, ഒരു ആദ്യകാല ആഗോള സഞ്ചാരി. ആദ്യകാല, ഇപ്പോഴത്തെ കാലത്ത് കപ്പലിലും ട്രെയിനിലും വിമാനത്തിലുമൊക്കെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമൊന്നും ഉള്ള കാര്യമല്ല. വഴികളൊന്നും ഇല്ലാത്ത, വാഹനങ്ങൾ വളരെ കുറവുള്ള ഒരു കാലത്ത് സഞ്ചാരം വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഇനിയും പഠിക്കും. വഴിയിൽ ഇതൊന്നും അല്ലാത്ത അപകടങ്ങളുണ്ടായിരുന്നു. കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ, അല്ലാനുള്ള പ്രൊട്ടക്ഷനോ നിയമങ്ങളോ ഒന്നും ശക്തമല്ലാതിരുന്ന ഒരു കാലത്ത് യാത്രയോടുള്ള അഭിവാഞ്ച, ആ ഒരു അഡ്വഞ്ചറസ് മെൻറ്റാലിറ്റി, മറ്റ് സംസ്കാരങ്ങൾ കാണാനുള്ള ഒരു ആഗ്രഹം വെച്ച് മാത്രം യാത്ര ചെയ്ത അവരെക്കുറിച്ച്. ഇബിൻ ബത്തൂത്ത വാസ് ആൻ അറബ് ട്രാവലർ ഹു ഹിസ് ബുക്ക് ഓഫ് ട്രാവൽസ് കാൾഡ് റിഹ്ല വാസ് റിട്ടൺ ഇൻ അറബിക്ക്. അപ്പോൾ ഒരു അറബ് ട്രാവലറാണ്, അറേബ്യയിൽ നിന്ന് സഞ്ചരിച്ചു വന്ന ആളാണ്. ഹിസ് ബുക്ക് ഓഫ് ട്രാവൽസ് കാൾഡ് റിഹ്ല വാസ് റിട്ടൺ ഇൻ അറബിക്ക്. അറബി ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ സഞ്ചാരം എല്ലാം കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോഴാണ് എഴുതുന്നത്. അതാരെ എഴുതിയെന്ന് നോക്കാം, നമുക്ക് അവസാനം നോക്കാം. ഇബിൻ ബത്തൂത്ത വാസ് ബോൺ ഇൻ ടാൻജിയർ, ഇപ്പോഴത്തെ മൊറോക്കോ, നോർത്ത് ആഫ്രിക്ക, വടക്കേ അമേരിക്കയിലെ മൊറോക്കോയിലെ ഒരു സ്ഥലമായിരുന്നു ടാൻജിയർ. 1304 CE അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹി റിസീവ്ഡ് ലിറ്റററി ആൻഡ് സ്കോളാസ്റ്റിക് എഡ്യൂക്കേഷൻ ഇൻ ഹിസ് ഏർലി ഏജ്. അൽബർണിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ഭാഗ്യമുണ്ടായി, വളരെ നല്ല പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശത്താണ് ജനിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷയും പഠിക്കാൻ പറ്റിയെന്ന്. ഇവിടെയാണെങ്കിൽ വളരെ പാണ്ഡിത്യപൂർവമായിട്ടുള്ള വിദ്യാഭ്യാസം ഇദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ തന്നെ കിട്ടി. ഇബിൻ ബത്തൂത്ത കൺസിഡേർഡ് എക്സ്പീരിയൻസ് ഗെയിൻഡ് ത്രൂ ട്രാവൽസ്. അപ്പോൾ ഈ കിട്ടുന്ന വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ ഇബിൻ ബത്തൂത്ത പ്രാധാന്യം കൊടുത്തത് എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, സഞ്ചാരങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾക്കാണ്. ഹി വാസ് വെരി ഫോണ്ട് ഓഫ് ട്രാവലിംഗ്. അറ്റ് ദ ഏജ് ഓഫ് 21 he left his country to see the different lands of the world. സഞ്ചാരത്തിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് 21-ാമത്തെ വയസ്സിൽ, ചില സ്ഥലത്ത് അദ്ദേഹം 22 എന്ന് പറയുന്നുണ്ട്, he left his country to see the different lands of the world. അപ്പോൾ 21-ാമത്തെ വയസ്സിൽ സ്വന്തം രാജ്യം വിട്ട് ലോകം കാണാൻ ഇറങ്ങി. അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ പുസ്തകഭാഗത്തൊക്കെ നിങ്ങൾ വായിക്കുക. കളർ ഭാഗം നമുക്ക് വലുതായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ യാത്ര എത്ര ദുഃഖപൂർണ്ണമായിരുന്നെന്ന്, ബന്ധുക്കളെയും കൂട്ടുകാരെയും സ്വന്തം നാടിനെ എല്ലാം വിട്ടിട്ട് യാത്ര ചെയ്യുന്നതിന് ഒരു കിളി താൻ വളർന്നു വന്ന കൂട് വിട്ടിട്ട് പോകുന്ന പോലെ ഒറ്റയ്ക്ക്
എങ്ങോട്ടൊന്നില്ലാതുള്ള പോക്കിന് പോവുകയല്ലേ, എന്ന് തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ വരുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു യാത്രയ്ക്ക് പോവുക. അപ്പോൾ ആ യാത്രയോടുള്ള താല്പര്യം കൊണ്ട് മാത്രം അങ്ങ് പോവുക. ബിഫോർ ഹി സെറ്റ് ഓഫ് ഫോർ ഇന്ത്യയിലോട്ട് വരുന്നതിന് മുമ്പ് ഇൻ 1332-33 ഹി ഹാഡ് മെയ്ഡ് പിൽഗ്രിമേജ് ട്രിപ്സ് ടു മെക്ക. അപ്പോൾ ഇന്ത്യയിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ആ സെപ്പായസ് ഇസ്ലാം ഇദ്ദേഹം മെക്കയിലോട്ടൊക്കെ ഒരു തീർത്ഥാടനമൊക്കെ നടത്തി എല്ലാം ആത്മീയതയൊക്കെ ആർജിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത്. സിറിയയിലും ഇറാഖിലും പേർഷ്യയിലും യമനിലും ഒമാൻ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ച്, ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച്, ട്രാവലിംഗ് ത്രൂ സെൻട്രൽ ഏഷ്യ, ഇബ്ൻ ബത്തൂത്ത റീച്ച്ഡ് സിൻഡ് ഇൻ 1333. 1333 ഇദ്ദേഹം സിൻഡ്, അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിൽ അന്ന് ഇന്ത്യയുടെ ഭാഗമായ സിൻഡിൽ എത്തിച്ചേർന്നു. ഹി ഹാഡ് ഹേർഡ് അബൌട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക് ദ സുൽത്താൻ ഓഫ് ഡൽഹി. ഡൽഹിയിലെ സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് കേട്ടിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. ദ സുൽത്താൻ വാസ് ഇംപ്രസ്ഡ് ബൈ ഹിസ് സ്കോളർഷിപ്പ് ആൻഡ് അപ്പോയിന്റഡ് ഹിം ദ ക്വാസി ഓർ ജഡ്ജ് ഓഫ് ഡൽഹി. സുൽത്താൻ ഇദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യം കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്. ഇദ്ദേഹത്തിനെ അവിടുത്തെ ക്വാസി, നമ്മുടെ ഇപ്പോഴത്തെ ജഡ്ജി, ഡൽഹിയിലെ ക്വാസി ആയിട്ട് അങ്ങ് നിയമിച്ചു. ഇൻ 1342 ഇബ്ൻ ബത്തൂത്ത വാസ് ordered to proceed to China as the Sultan's envoy to the Mongol ruler. 1342 ചൈനയിലേക്ക് മംഗോൾ രാജാവിൻ്റെ അടുത്തേക്ക് സുൽത്താന്റെ ദൂതനായിട്ട് ഇദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു ഉടനെ നേരെ അങ്ങ് ചൈനയിൽ പോയില്ല, മാസങ്ങളെടുക്കുന്ന യാത്രയില്ലയോ. ഇദ്ദേഹം എന്തോ ചെയ്തു? വിത്ത് ദ ന്യൂ അസൈൻമെന്റ് ഇബ്ൻ ബത്തൂത്ത പ്രൊസീഡർ ടു മലബാർ കോസ്റ്റ് ത്രൂ സെൻട്രൽ ഇന്ത്യ. ഇബ്ൻ ബത്തൂത്ത കിട്ടിയ അവസരം വെച്ച് മധ്യ ഇന്ത്യയിലൂടെ മലബാറിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് ഒരു യാത്ര നടത്തി. ബിഫോർ റിസ്യൂമിങ് ഹിസ് മിഷൻ ടു ചൈന ഹി ആൾസോ വിസിറ്റഡ് ബംഗാൾ ആൻഡ് ആസാം. ചൈനയിലോട്ട് പോകുന്നതിന് മുമ്പ് ബംഗാളും ആസാമും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടു. നിരന്തര കഠിനമായ യാത്രകളാണ്, പക്ഷെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കാണുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏതാണ്ട് നല്ല പാർട്ടുകൾ അദ്ദേഹം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹി ട്രാവൽഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ചൈന, ഗോയിങ് ആസ് ഫാർ ആസ് ബീജിംഗ്. ചൈന നമുക്കറിയാം ഇന്ത്യയുടെ 2-3 ഇരട്ടിയുള്ള ചൈനയാണ്. അവിടെ ഒരുപാട് സഞ്ചരിച്ചു, പക്ഷെ അവിടെ വലുതായിട്ട് തങ്ങാൻ, ഇന്ത്യയുടെ അത്ര അദ്ദേഹത്തിനെ ആകർഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപാട് തങ്ങാൻ തയ്യാറായില്ല, വളരെ കൂടുതൽ യാത്ര ചെയ്തെങ്കിലും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങ് ബീജിംഗ് വരെയൊക്കെ ഇദ്ദേഹം പോയി. ഇബ്ൻ ബത്തൂത്ത കെയർഫുള്ളി റെക്കോർഡഡ് ഹിസ് ഒബ്സർവേഷൻസ് അബൌട്ട് ന്യൂ കൾച്ചേഴ്സ്, പീപ്പിൾസ്, ബിലീഫ്സ്, വാല്യൂസ് എക്സെട്ര. ഇബ്ൻ ബത്തൂത്ത ഇതെല്ലാം വളരെ ഭംഗിയായി റെക്കോർഡ് ചെയ്തിരുന്നു, എഴുതി സൂക്ഷിച്ചു. ഒബ്സർവേഷൻസ് അബൌട്ട് ന്യൂ കൾച്ചേഴ്സ്, പുതിയ സംസ്കാരങ്ങളെപ്പറ്റി, ജനങ്ങളെപ്പറ്റി, വിശ്വാസങ്ങളെപ്പറ്റി, അവരുടെ മൂല്യങ്ങളെപ്പറ്റി എല്ലാം എഴുതി തയ്യാറാക്കിയിരുന്നു. ഡ്യൂറിങ് ദാറ്റ് ടൈം ട്രാവലിംഗ് വാസ് മച്ച് മോർ ഹാർഡ് ആൻഡ് ഡേഞ്ചറസ് ദാൻ ഇറ്റ് ഈസ് ടുഡേ. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, അന്നത്തെ കാലത്തെ യാത്രകൾ ഇന്നത്തേനേക്കാൾ വളരെ കഠിനവും പ്രയാസകരമായിരുന്നു. ഇബ്ൻ ബത്തൂത്ത വാസ് അറ്റാക്ക്ഡ് ബൈ ബാൻഡ്സ് ഓഫ് റോബേഴ്സ് സെവറൽ ടൈംസ്. കൊള്ളക്കാരാൽ പലതവണ ആക്രമിക്കപ്പെട്ടു ഇബ്ൻ ബത്തൂത്ത. വയൽ ട്രാവലിംഗ് ഫ്രം മുൾട്ടാൻ ടു ഡൽഹി ഹിസ് കാരവാൻ വാസ് അറ്റാക്ക്ഡ് ആൻഡ് മെനി ഓഫ് ഹിസ് ഫെലോ ട്രാവലേഴ്സ് ലോസ്റ്റ് ദെയർ ലീവ്സ്. മുൾട്ടാനിലേക്കുള്ള ഒരു യാത്രയിൽ ഇതിൻ്റെ കാരവാൻ, നിരവധിയായ വാഹനങ്ങളുടെ ഒരു നിരയായിട്ട് വരുമ്പോൾ കാരവാൻസ്, അപ്പോൾ അതിൽ കൊള്ളക്കാർ ആക്രമിച്ച് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന് ഗുരുതരമായിട്ട് പരിക്കേറ്റു. അതേഴ്സ് ഇൻക്ലൂഡിംഗ് ഇബ്ൻ ബത്തൂത്ത വേർ സിവിയർലി wounded. When he returned, the local ruler instructed him to write the stories of his journeys. ഇദ്ദേഹം തിരിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെ അന്നത്തെ ഭരണാധികാരി അനേക വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അതായത് ഒരു 30 വർഷം കഴിഞ്ഞ്, 22ാമത്തെ വയസ്സിലെ യാത്രയെങ്കിൽ 52ാമത്തെ വയസ്സ് തിരിച്ചു വന്നു. അപ്പോൾ ഇദ്ദേഹത്തിനോട് ആ യാത്രാക്കുറിപ്പുകളെല്ലാം ഒന്ന് എഴുതി വെക്കാൻ, അതിശയകരമായ വിവരങ്ങളെല്ലാം ഒന്ന് എഴുതി വെക്കാൻ, അപ്പോൾ അതിന് നല്ലൊരു എഴുത്തുകാരനെ വിട്ടുകൊടുത്തു. ഇബ്ൻ ബത്തൂത്ത പറഞ്ഞാൽ മതി, കക്ഷിക്കാരൻ എഴുതിക്കോളും. അയാളുടെ പേരാണ് ഇബ്ൻ ജുസായി. 1321 ജനിച്ച് 1321 തൊട്ട് 1357 വരെ ഇത് തയ്യാറാക്കിയത്. എ ഫേമസ് സ്കോളർ, പോയറ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ വാസ് ഡെപ്യൂട്ടഡ് ടു റൈറ്റ് വാട്ട് ഇബ്ൻ ബത്തൂത്ത വാസ് ഡിക്റ്റേറ്റഡ് ടു ഹിം. ജുസായി ദസ് റോട്ട് റഹില ഓഫ് ഇബ്ൻ ബത്തൂത്ത. ഇപ്പൊ നിങ്ങൾക്ക് അതിനകത്തൊരു കോക്കനട്ടിന്റെയും പാൻ്റെയൊക്കെ
പടം നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറ്റില്ല, കോക്കനട്ട് എന്തുവാന്ന് മുറിച്ച് വെച്ചൊക്കെ നമ്മുടെ മനസ്സിലായല്ലേ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹെഡിങ്ങിലോട്ട് കിടക്കുന്നു, ഇബിൻ ബത്തൂത്ത ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ദ അൺഫെമിലിയർ. നമ്മളിത് സ്ഥിരം കാണുന്നതാണ്. നിങ്ങൾ എന്നും കാണുന്ന തേങ്ങയ്ക്കകത്ത് എന്തെങ്കിലും പ്രാധാന്യം എനിക്കോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറ്റില്ലേ നമ്മൾ എത്രയോ കാണുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രാധാന്യം, അതാണ് ഇന്ത്യൻ ചരിത്രകാരനും വെളിയിലെ ചരിത്രകാരനും തമ്മിലുള്ള വ്യത്യാസം. എന്നും കാണുന്ന ഒരാൾക്ക് ഇത് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നത്തേ ഇല്ല, പക്ഷെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് കാണുമ്പോൾ ഇത് എഴുതണമെന്ന് തോന്നും. When Ibn Battuta arrived in Delhi in 14th century, the subcontinent was a part of global network of communication. ഇദ്ദേഹം 14ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ലോക കച്ചവട വഴിയുടെ എല്ലാം കൂടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യ. He shared ideas, informations and stories. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ, വിവരങ്ങൾ, കഥകളെല്ലാം ഇങ്ങനെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്ത്. ദീസ് ഇൻക്ലൂഡഡ് സ്റ്റോറീസ് ഓഫ് പയസ് മെൻ, വളരെ നല്ല ആൾക്കാരെ കുറിച്ച്, ക്രൂവൽ ആൻഡ് ജനറസ് കിങ്സ്, ക്രൂരന്മാരും നല്ലവരുമായ രാജാക്കന്മാരെ കുറിച്ച്, ആൻഡ് ദ ലീവ്സ് ഓഫ് ഓർഡിനറി മെൻ ആൻഡ് വിമൻ, സാധാരണ ജനങ്ങളുടെയും സ്ത്രീകളുടെയൊക്കെ അവസ്ഥയെക്കുറിച്ച്. ഇഫ് ദർ വെയർ എനിത്തിങ് അൺഫെമിലിയർ ഇറ്റ് വാസ് പർട്ടിക്കുലർലി ഹൈലൈറ്റഡ് ഇൻ ദീസ് സ്റ്റോറീസ്. This was done to impress the listener or the reader. നമ്മൾ പറഞ്ഞത് കോക്കനട്ട് ആൻഡ് പാൻ. Like other travelers, the Ibn Battuta was excited to see unfamiliar things like coconut and the pan. This plant produce appeared to him very unusual. നമ്മുടെ വെറ്റിലയും പാക്കും കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അൺയൂഷ്വൽ ആയിട്ട് തോന്നി. ഇതെന്തൊരു സാധനമാണെന്ന് അതിശയപ്പെട്ടു. Highly impressed, he presented an interesting description of these produce in his അക്കൗണ്ട്സ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ നല്ല, ആ വെറ്റില മുറുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ഒരു വിവരണം അദ്ദേഹം കൊടുത്തു. ഇനി ഇദ്ദേഹം ഇബിൻ ബത്തൂത്ത ആൻഡ് ഇന്ത്യൻ സിറ്റീസ്, ഇന്ത്യയിലെ നഗരങ്ങളെ പറ്റി ഇബിൻ ബത്തൂത്തയുടെ അഭിപ്രായം, ഇന്ത്യയിലെ നഗരങ്ങളെ പറ്റി. അപ്പോൾ പൗരാണിക ഇന്ത്യ, മധ്യകാലഘട്ടത്തിലെ ഇന്ത്യ ആണെങ്കിലും വൻ നഗരങ്ങളുണ്ടായിരുന്നു. ദ സിറ്റീസ് വെർ ഡെൻസിലി പോപ്പുലേറ്റഡ് ആൻഡ് പ്രോസ്പറസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സിറ്റികൾ വളരെയധികം ജനസാന്ദ്രതയുള്ളതും സമ്പൽ സമൃദ്ധവുമായിരുന്നു. മോസ്റ്റ് ഓഫ് ദ സിറ്റീസ് ഹാഡ് ക്രൗഡഡ് സ്ട്രീറ്റ്സ്, തിരക്കേറിയ തെരുവുകളുണ്ടായിരുന്നു. ആൻഡ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ മാർക്കറ്റ്സ്, വർണ്ണപ്പകിട്ടേറിയ വമ്പൻ ചന്തകൾ, മാർക്കറ്റ്സുകൾ ഉണ്ടായിരുന്നു. വിത്ത് എ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ്സ്, നിരവധി സാധനങ്ങളുള്ള മാർക്കറ്റുകൾ. ഇബിൻ ബത്തൂത്ത ഡിസ്ക്രൈബ്ഡ് ഡൽഹി ആസ് എ വാസ്റ്റ് സിറ്റി വിത്ത് ഗ്രേറ്റ് പോപ്പുലേഷൻ. ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. അനദർ ബിഗ് സിറ്റി ഇൻ ഇന്ത്യ വാസ് ദൗലത്താബാദ്. ഡൽഹി ഒരു വലിയ നഗരമായിട്ട് ഇദ്ദേഹം പറഞ്ഞു. അടുത്ത മഹാനഗരം എന്ന് പറയുന്നത് ദൗലത്താബാദ് ആയിരുന്നു. ദ ബസാസ് ഓഫ് ഇന്ത്യൻ സിറ്റീസ് വെയർ നോട്ട് ഓൺലി പ്ലേസസ് ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻ ബട്ട് ആൾസോ ദ സെന്റേഴ്സ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇന്ത്യയിലെ ബസാറുകൾ, മാർക്കറ്റുകൾ, നമ്മുടെ ചന്തകൾ വെറും സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ മാത്രം കേന്ദ്രങ്ങളായിരുന്നില്ല. സെന്റേഴ്സ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്, സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രവും കൂടിയായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ബസാഴ്സ് ഹാഡ് എ മോസ്ക് ആൻഡ് ടെമ്പിൾ. വലിയ നഗരങ്ങൾക്ക്, വലിയ മാർക്കറ്റുകളിലെല്ലാം തന്നെ ഒരു പള്ളിയോ ഒരു അമ്പലമോ ഒക്കെ കാണും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടെന്നർത്ഥം. അക്കോർഡിംഗ് ടു ഇബിൻ ബത്തൂത്ത, ഇന്ത്യൻ അഗ്രികൾച്ചർ വാസ് വെരി പ്രൊഡക്റ്റീവ് ബിക്കോസ് ഓഫ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഇന്ത്യയിലെ അഗ്രികൾച്ചർ വളരെ ഉൽപാദനക്ഷമതമാണ്. കാർഷിക മേഖല വളരെ ഉൽപാദനക്ഷമമാണ്. അപ്പോൾ അതിന് കാരണം അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിലാണ്. നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ളത് കൊണ്ട്. ഇറ്റ് അലൗഡ് ഫാർമേഴ്സ് ടു കൾട്ടിവേറ്റ് 2 crops എ ഇയർ. ഒരു വർഷം 2 തവണ കൃഷി ചെയ്യാൻ ജലലഭ്യതയും ഈ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി അവരെ അനുഭവിച്ചിരുന്നു. നമ്മൾ ഉരുപ്പൂ കൃഷി, ഇരിപ്പൂ കൃഷി, മുപ്പൂ കൃഷി എന്നൊക്കെ ഇട്ടുണ്ടായിരിക്കുമല്ലോ. അല്ലെ ഇരിപ്പൂ കൃഷി എന്ന് വെച്ചാൽ ആണ്ടിൽ 2 തവണയുള്ള കൃഷി, അത് നടന്നിരുന്നു. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ഇനി കച്ചവടത്തിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, പർട്ടിക്കുലർലി കോട്ടൺ ക്ലോത്ത്, പ്രത്യേകിച്ച് കോട്ടൺ ക്ലോത്ത്, നമ്മുടെ കോട്ടൺ ക്ലോത്ത് നമുക്ക് ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ പോളിസ്റ്ററിനേക്കാളൊക്കെ എത്രയോ വിലയാണ്. നല്ല കോട്ടൺ ഉടുപ്പൊക്കെ മേടിക്കണതിൻ്റെ വില എന്താണെന്ന്. അപ്പോൾ അക്കാലത്ത് തന്നെ നല്ല വില കൂടിയ നല്ല കോട്ടൺ നമ്മൾ ആവശ്യം പോലെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതുപോലെ ഫൈൻ മസ്ലിൻസ്, വേറൊരു തുണി ആണ് മസ്ലിൻസ്. സിൽക്ക്, അത് നിങ്ങൾക്കറിയാം. സിൽക്ക്, മസ്ലിൻ പട്ടുകൾ, പട്ടിൻ്റെ തന്നെ ഒരു നല്ല വെറൈറ്റിയാണ്. ചിത്രപ്പട്ടാമ്പരം, മിനുസപ്പട്ട് മുതലായവ.
അപ്പം നോക്കിയാണ് ഏതൊക്കെയാണെന്ന്. കോട്ടൺ ക്ലോത്ത്, ഫൈൻ മസ്ലിൻസ്, സിൽക്സ്, ബ്രോക്കേഡ് ആൻഡ് സാറ്റിൻ വേർ ഗ്രേറ്റ് ഡിമാൻഡ്. അപ്പം അന്ന് വലിയ ഡിമാൻഡുള്ള ഐറ്റങ്ങൾ മസ്ലിൻ പട്ടുകൾ, ചിത്രപ്പട്ടാമ്പരം, മിനുസപ്പട്ട് എന്നിവയ്ക്ക് മറ്റ് രാജ്യങ്ങളിലൊക്കെ വലിയ ഡിമാൻഡായിരുന്നു. അത് കാരണം ഇതൊന്നും എല്ലാവർക്കും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നും ഇബിൻ ബത്തൂത്ത പറയുന്നു. വലിയ പൈസയുള്ള മർച്ചൻസ്, നോബിൾസ്, കിങ്സ് ഒക്കെ അത് ഉപയോഗിച്ചിരുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്കും വില കൂടിയ തുണിത്തരങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കാർഷികപരമായിട്ടും കച്ചവടപരമായിട്ടും ഇന്ത്യൻ നഗരങ്ങൾ വൻതോതിൽ ഉയർന്നു നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഡൽഹിയെക്കുറിച്ച് ഒരു നല്ല വിവരണമുണ്ട്. മ്യൂസിക് ഇൻ മാർക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ദൗലത്താബാദിൽ ഓരോ കടയിലും മ്യൂസിക്, ഡാൻസ് ഐറ്റങ്ങളൊക്കെ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അതിനെക്കുറിച്ചൊക്കെ വിവരണമുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. പരീക്ഷാ സംബന്ധിയായിട്ട് വലിയ പ്രാധാന്യമൊന്നും അവയ്ക്കില്ല. നമുക്കിനി അടുത്തതായിട്ട് എ യുണീക്ക് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. എ യുണീക്ക് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുല്യമായ ഒരു വിനിമയ സംവിധാനം. അതിലോട്ട് കിടക്കാം. അപ്പോൾ സാധനങ്ങൾ, വിവരങ്ങളും എത്രയും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ കാര്യമാണ്, ഒരു നഗരവൽക്കരണത്തിന് അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിന് നല്ല പോസ്റ്റൽ സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അതിനെന്താണെന്ന്, എ യുണീക്ക് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അന്നും അതുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് അതുല്യമായ ഒരു വിനിമയ സംവിധാനം നിലനിന്നിരുന്നത്. The state took special measures to encourage merchants. കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ രാഷ്ട്രം വലിയ നടപടികളൊക്കെ എടുത്തിരുന്നു. ഇൻസ് ആൻഡ് ഗസ്റ്റ് ഹൗസസ് വെർ ബിൽറ്റ് ഓൺ ആൾമോസ്റ്റ് ആൾ ട്രേഡ് റൂട്ട്സ്. ഇൻ സത്രങ്ങൾ, വഴിയോര കെട്ടിടങ്ങൾ. ഗസ്റ്റ് ഹൗസസ്, ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഗസ്റ്റ് ഹൗസസുകളും ആവശ്യം പോലെ ഈ സഞ്ചാരപാതകളിലൊക്കെ നിർമ്മിച്ചിരുന്നു. ഇബിൻ ബത്തൂത്ത വാസ് ആൾസോ അമേസ്ഡ് ബൈ ദ എഫിഷ്യൻസി ഓഫ് ദ പോസ്റ്റൽ സിസ്റ്റം. അന്നത്തെ പോസ്റ്റൽ സിസ്റ്റത്തിന്റെ ആ കഴിവിൽ ഇബിൻ ബത്തൂത്തയ്ക്ക് വളരെ വലിയ മതിപ്പ് തോന്നി. അക്കോർഡിംഗ് ടു ഇബിൻ ബത്തൂത്ത, there were two kinds of postal system in India, the horse post and the foot post. ഇബിൻ ബത്തൂത്തയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ രണ്ടിനം പോസ്റ്റൽ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. ഹോഴ്സ് പോസ്റ്റ് ആൻഡ് ദ ഫുഡ് പോസ്റ്റ്. അശ്വത്തപാലും കാലാൾ തപാലും. അശ്വത്തപാലും കാലാൾ തപാലും. ഇതും ഒരു സ്ഥിരം പരീക്ഷാ ചോദ്യമാണ്. ഇബിൻ ബത്തൂത്തയുടെ അഭിപ്രായത്തിൽ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നിരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു 4-5 മാർക്കിന്റെ ഒരു സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ രണ്ടെണ്ണമാണ്, ഹോഴ്സ് പോസ്റ്റും ഫുഡ് പോസ്റ്റും. അശ്വത്തപാലും കാലാൾ തപാലും. ദ ഹോഴ്സ് പോസ്റ്റ് was called Uluk. It was run by royal horses stationed at a distance of every 4 miles. അശ്വത്തപാലിനെ ഉലൂക്ക് എന്നാണ് വിളിച്ചിരുന്നത്. ഓരോ 4 മൈൽ അകലത്തിലും താവളമടിച്ചിരുന്ന രാജകീയ കുതിരകളെയാണ് ഉപയോഗിച്ചാണ് ഈ തപാൽ നടത്തിയിരുന്നത്. അപ്പോൾ ഉലൂക്ക് കുതിരകളെ ഉപയോഗിച്ച്, രാജകീയ കുതിരകളെ ഇങ്ങനെ തയ്യാറാക്കി നിർത്തിയേക്കാണ് ഓരോ 4 മൈൽ അകലത്തിലും. ഒരു 4 മൈൽ ഒരു കുതിരയും കുതിരക്കാരനോട് ഓടി സാധനങ്ങൾ അവിടെ എത്തിക്കുന്നു. അടുത്ത 4 മൈൽ അടുത്ത കുതിര ഓടുന്നു. അപ്പോൾ അതിനുള്ള സംവിധാനം ഒരുക്കിയേക്കാണ്. അപ്പോൾ അടുത്തത്, ദ ഫുഡ് പോസ്റ്റ് ഹാഡ് 3 സ്റ്റേഷൻസ് പെർ മൈൽ. ഇറ്റ് വാസ് കാൾഡ് ദവ, ദാറ്റ് ഈസ് 1/3 ഓഫ് എ മൈൽ. കാലാൾ തപാലിന് 1 മൈൽ ദൂരത്തിനുള്ളിൽ 3 താവളങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ ദവ എന്നാണ് വിളിച്ചിരുന്നത്. 1 മൈലിന്റെ 1/3 എന്നാണ് ഇതിനർത്ഥം. ശരി.